പ്രിയപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവദിനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കുകയും അരുത്, കാലത്തിന് മുമ്പേ നീ എന്തിനെ മരിക്കുന്നു. കാലത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു. മരണം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് വളരെ നിശ്ചയമുള്ള കാര്യമാണ്. ദൈവവചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 9:27 മനുഷ്യന് മരണം നിശ്ചയമുള്ള വിഷയമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സമയത്തിന് മുമ്പേ നീ എന്തിനെ മരിക്കുന്നു. ഓരോ മനുഷ്യനും ദൈവം അവനൊരു ജീവിതകാലം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഓരോരുത്തരും അവരുടെ സമയം വരെ ജീവിച്ചിരിക്കണമെന്നുള്ളതാണ് ഒരു വ്യക്തിയെ ലോകത്തിലേക്ക് ദൈവം അയക്കുമ്പോൾ ഉള്ള ദൈവനിർണയം എന്നതിലൂടെ ഗ്രഹിക്കാം. 800 കോടി ജനങ്ങൾ ഭൂമിയിലുള്ളതിൽ ഒരു ദിവസം 1.5 ലക്ഷം ആളുകൾ മരണം വഴിയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നുള്ളത് അതൊരു ആവറേജ് സംഖ്യയാണ്, യാഥാർത്ഥ്യമാണ്. പെട്ടെന്നുള്ളതായ അനേക അനർത്ഥങ്ങളിലൂടെ മനുഷ്യൻ ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടി വരുന്നു. ഇങ്ങനെ മരണപ്പെടുന്നവരുടെ വിഷയത്തെക്കുറിച്ച് വേദപുസ്തകം എന്തു പറയുന്നു? ഒരു കാര്യം വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദുഷ്ടന്റെ മരണത്തിൽ യഹോവയ്ക്ക് പ്രസാദമില്ല. എന്നാൽ ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഒരു ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ലാതിരിക്കുമ്പോൾ യഹോവ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഈ ചിന്തയോടുള്ള വിഷയത്തിൽ ചില വാക്യങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ വേദപുസ്തകത്തിൽ കാലത്തിനു മുൻപേ മരണപ്പെട്ട ഒരുപാട് ആളുകളുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ പ്രവൃത്തി നിമിത്തമോ അവരുടെ വാക്കുകൾ നിമിത്തമോ അവർ മരണത്തിന് വിധേയരായിപ്പോയി. അങ്ങനെ അവർ സ്വയം അവരുടെ മരണത്തിനു വേണ്ടി വഴിയൊരുക്കി, സ്വയം കുഴി കുഴിച്ചു. അവരുടെ പ്രാണൻ അവർക്ക് നഷ്ടമാകത്തക്ക നിലയിലേക്ക് അവരുടെ ജീവിതം അവരെ കൊണ്ടുചെന്നെത്തിച്ചു. അത് അവരുടെ പാപജീവിതമാകാം, പിറുപിറുപ്പ് മൂലമാകാം, ദൈവക്രോധം നിമിത്തമാകാം, ദൈവ വ്യവസ്ഥ വിട്ട് പോയതിൻ്റെ പരിണിത ഫലമാകാം. ഇങ്ങനെ വിവിധങ്ങളായ കാരണങ്ങളാൽ അനേകർ അവരുടെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാതെ, ദൈവം അവർക്ക് വെച്ചിരുന്ന ഒരു നിശ്ചിത കാലയളവ് ഭൂമിയിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ അവർ ശിക്ഷ ഏറ്റുവാങ്ങിയവരായി പോകേണ്ടി വന്ന ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യർ സ്വയം മരണത്തെ തിരഞ്ഞെടുക്കുന്ന അനുഭവങ്ങളിലേക്ക് എന്തുകൊണ്ട് വന്നെത്തുന്നു എന്നുള്ളതിന് വേദപുസ്തകം തരുന്ന ഉത്തരമാണ് നാം വായിച്ച വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കുകയും അരുത്. എന്താണ് ദുഷ്ടത, എന്താണ് മൂഢത? ഇത് രണ്ടും നാം അപഗ്രഥിച്ചു പഠിച്ചാൽ, ദുഷ്ടത എന്നുള്ളത് ദുഷ്ടന്റെ സ്വഭാവം ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ അവനെ വിധേയപ്പെടുത്തി കൊടുക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ചാണ് വേദപുസ്തകം ദുഷ്ടൻ എന്ന് പറയുന്നത്. ജന്മനാൽ ഒരു ദുഷ്ടത അവിടെ പ്രകടമാകുന്നില്ല. അവന്റെ പ്രവൃത്തിയിലൂടെയും അവന്റെ ജീവിതത്തിലൂടെയും അത് വെളിപ്പെട്ടു വരികയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള വ്യക്തികളിൽ സംഭവിക്കുന്ന വിഷയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ദുഷ്ടത
അവനെ കൊല്ലുന്നു. മറ്റൊന്ന് അവന്റെ മൂഢത. മൂഢത എന്നുള്ളത് അജ്ഞത. അജ്ഞത എന്നുള്ളത് ജനനം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഇവിടെ വേദപുസ്തകം വിവക്ഷിക്കുന്നത് അവൻ മൂഢനായിരിക്കുന്നത് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. സർവശക്തനായ ദൈവത്തെ മനസ്സിലാക്കുവാൻ അവസരം ലഭിച്ചിട്ടും മാനുഷിക നിർമ്മിതങ്ങളായ അവന്റെ കൈവേലയായ പലതിനെയും ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കത്തക്ക നിലയിലേക്ക് മനുഷ്യൻ മൂഢത സ്വയം സ്വീകരിക്കുകയാണ്. അവരെക്കുറിച്ചാണ് ഇവിടെ മൂഢൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന്റെ അടുത്ത ഭാഗം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. അപ്പോൾ ദൈവഭക്തിയോ ദൈവഭയമോ ഇല്ലാതെ ഒരു മനുഷ്യൻ ദൈവമല്ലാത്തവയെ ആരാധിപ്പാൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ അവന്റെ മൂഢത പ്രകടമാവുകയാണ്. അതാണ് അവനെ കൊലയ്ക്ക് കൊടുക്കുന്നത്. അവന്റെ മരണത്തിന് കാരണമായി തീരാവുന്ന വസ്തുത അതാണ്. ഇങ്ങനെ മനുഷ്യൻ ദുഷ്ടതയും മൂഢതയും തിരഞ്ഞെടുത്ത് കാലത്തിനു മുൻപേ മരിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം ചോദിക്കുകയാണ്. വൈ ഷുഡ് യു ഡൈ ബിഫോർ യുവർ ടൈം? നിന്റെ സമയത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു? നിന്റെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല, പ്രസാദമില്ല. ഇത് തിരുത്തുവാനുള്ള ആഹ്വാനമാണ് തിരുവചനം നൽകുന്നത്. ഈ സ്വഭാവങ്ങൾ, ഈ പ്രവൃത്തികൾ വിട്ടുമാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന വ്യക്തികളെ നാം എടുത്തു പഠിക്കുമ്പോൾ വേദപുസ്തക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ പ്രവൃത്തികൾ അവരെ മരണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളതാണ്. അനേക വ്യക്തികളെ നമുക്ക് തിരുവചനത്തിൽ അപ്രകാരം കാണാൻ കഴിയും. കൂട്ടമായി ജനം പാപം ചെയ്ത് മരണശിക്ഷ ഏറ്റെടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങൾ നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും നിങ്ങൾ സമ്പാദിക്കുക, മരിക്കാതിരിക്കേണ്ടതിന്. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ള ദൈവത്തിന്റെ നിർണയപ്രകാരം എല്ലാവരും മരണത്തിന് അധീനരായി തീരുമ്പോൾ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ഈ മരണത്തെ ജയിപ്പാൻ ഒരുവനുണ്ടെന്നും ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് ഉണ്ടായത് നമുക്കറിയാം. എല്ലാ കാലഘട്ടത്തിലുമുള്ളവർ മരണത്തെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പ്രാപിപ്പാൻ കഴിയുമെന്നും കർത്താവ് തന്റെ പ്രസ്താവനകളുടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. തന്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ഇവിടെ ഇസ്രായേൽ ജനത്തോട് അവരുടെ പാപവഴികൾ വിട്ടുതിരിഞ്ഞ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആഹ്വാനം നൽകുകയാണ്. ഒരു പുതിയ ഹൃദയം, പുതിയ ആത്മാവിനെ നിങ്ങൾ സമ്പാദിക്കണം. ആരാണ് ചെയ്യേണ്ടത്? സ്വയം അതിനുവേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ്. അതിനുവേണ്ടി സ്വയം സമർപ്പിക്കപ്പെടണം. 33-ാം അധ്യായത്തിൽ യെഹെസ്കേൽ 33-ന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിഞ്ഞു ജീവിക്കുന്നതിൽ അത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? ഈ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ്. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനാണ് മരിക്കുന്നത്? മാനസാന്തരപ്പെടുവാൻ അവസരം തരുന്നു.
നിങ്ങൾക്ക് ജീവിച്ചിരിക്കുവാനുള്ള അവസരം അതുമൂലം ഉണ്ടാകുന്നു. എന്നിട്ടും മാനസാന്തരപ്പെടാൻ, പാപം വിട്ടുകളയുവാൻ, തിരിഞ്ഞു വരുവാൻ, ദൈവത്തോടടുക്കുവാൻ മനസ്സുവയ്ക്കാതെ മനുഷ്യർ പാപത്തിൽ മരിച്ച് ഇല്ലാതെയായി പോവുകയാണ്. ദൈവത്തിന്റെ വചനം ഈ വിഷയത്തിൽ വളരെ ഗൗരവമേറിയ വാക്യങ്ങൾ ഓർപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവം പലതവണ ബുദ്ധി ഉപദേശിച്ചിട്ടും മനുഷ്യന് മടങ്ങി വരുവാനോ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനോ കഴിയാതെ അവരുടെ പാപത്തിൽ അവർ ജീവിച്ച് മരിച്ച എത്രയെത്ര ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, അഹരോനെ ദൈവം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രേഷ്ഠമായതായിരുന്നു. എന്തിനു വേണ്ടി? മഹാപുരോഹിതനായിരിക്കേണ്ടതിന്. തന്നോടും തന്റെ മക്കളോടുമുള്ള ദൈവത്തിന്റെ നിയമമായിരുന്നു, നീ തലമുറ തലമുറയായി എന്റെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുമെന്ന്. അഹരോൻ ആ സ്ഥാനത്തേക്ക് യോഗ്യനായിട്ടല്ല, ദൈവത്തിന്റെ വലിയ സ്നേഹം പ്രകടമാക്കിക്കൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നമുക്കറിയാം. കാരണം ഇസ്രായേൽ മക്കളെ മുഴുവൻ വിഗ്രഹാരാധനയിലേക്ക് നയിപ്പാൻ പ്രധാന കണ്ണിയായിരുന്ന ആളാണ് അഹരോൻ. ജനം ബഹളം വെച്ചപ്പോൾ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണമെന്ന് അഹരോനോട് പറഞ്ഞപ്പോൾ അഹരോൻ പറഞ്ഞു, സ്വർണമെല്ലാം കൊണ്ടുവാ. അതെല്ലാം കൂടെ കൊണ്ടുവന്ന് കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനത്തെ അന്യാരാധനയിലേക്ക് നയിച്ച പ്രമുഖ വ്യക്തിയാണ് അഹരോൻ. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. എന്നാൽ മോശയോട് അഹരോൻ പറയുന്നത്, ജനം എന്നെ നിർബന്ധിച്ചു, അവരെ സ്വർണമെല്ലാം കൊണ്ടുതന്നു, അത് ഞാൻ തീയിലിട്ടു, അപ്പോൾ ഒരു കാളക്കുട്ടി ഇതാ പുറത്തു വന്നിരിക്കുന്നു. ശുദ്ധഭോഷ്കാണ് പറയുന്നത്. കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അഹരോന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇത് തീയിലിട്ടപ്പോൾ കാളക്കുട്ടി പുറത്തു വന്നു. ഇങ്ങനെ ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കാരണക്കാരനായി നിന്ന അഹരോനെ തന്നെ ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവീക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുമ്പോൾ ദൈവം അഹരോന്റെ മേൽ ചൊരിഞ്ഞ കരുണ എത്ര വലുതായിരിക്കുന്നുവെന്ന് ചിന്തിക്കുക. ഒരു യോഗ്യതയുമില്ല മാനുഷികമായി. എന്നാൽ ദൈവം ആ യോഗ്യതയില്ലാത്തവനെ തന്നെ തിരഞ്ഞെടുത്താക്കി വെച്ചു. അതുകൊണ്ട് പിന്നീട് അഹരോൻ തെറ്റുകാരനായി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അഹരോൻ തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ക്രമീകരിച്ചു. ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് താൻ പ്രവേശിക്കുന്ന ഓരോ വേളയിലും വളരെ ചങ്കിടിപ്പോടെ പ്രാർത്ഥനയോടെ താൻ പണ്ട് ചെയ്തു പോയ അപരാധം തെറ്റെത്ര വലുതായിരുന്നു എന്നുള്ള ഓർമ്മകളോടുകൂടെ ആയിരിക്കും പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുൻപാകെ ശുശ്രൂഷയ്ക്കായി പ്രവേശിക്കുമ്പോൾ തന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ചിന്ത എന്ന് നമുക്ക് ചിന്തിക്കാം. ഞാനൊരു യോഗ്യതയുള്ളവനല്ല കർത്താവേ, ഈ സ്ഥാനത്തേക്ക് വരുവാൻ എന്ന് തന്റെ ഹൃദയത്തിൽ എപ്പോഴും ചിന്തയുണ്ടാകും. അതിന്റെ അനുതാപമുണ്ടാകാം. ആ വേദനയിൽ, ആ ദുഃഖത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ താൻ ആത്മാർത്ഥതയോടെ ചെയ്യുകയാണ്. എന്നാൽ തന്റെ 4 മക്കളിൽ നാദാബ്, അബീഹു, എലയാസർ, ഇഥാമർ, ഈ 4 മക്കളിൽ 2 പേര്, നാദാബും അബീഹുവും ദൈവസന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചതിന്റെ കാരണത്താൽ ദൈവസന്നിധിയിൽ തീ പുറപ്പെട്ടു, അവർ വെന്ത് മരിച്ചുപോയി എന്ന്
നാം തിരുവചനത്തിൽ വായിക്കുന്നു. 4 പേരെ ശുശ്രൂഷയ്ക്കായി അഹരോന്റെ മക്കളിൽ ദൈവം തിരഞ്ഞെടുത്തു ആക്കി വെച്ചു. പക്ഷേ 2 പേർ മരിച്ചതിന്റെ കാരണം എന്താണ്? അവരുടെ സ്വയപ്രവൃത്തിയാണ്. അവരുടെ മരണത്തിന് ആരാണ് ഉത്തരവാദി? അവർ തന്നെയാണ്. ഇതാണ് ദൈവത്തിന്റെ വചനം ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ എന്തിനു മരിക്കുന്നു? നീ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. നീ ജനത്തെ മുന്നോട്ട് നയിക്കേണ്ടവനാണ്. ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കേണ്ടവനാണ്. പക്ഷേ നിന്റെ ചില പ്രവൃത്തികൾ നിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. അങ്ങനെ 2 മക്കൾ നഷ്ടപ്പെട്ടു. അഹരോൻ എന്നിട്ട് ശുശ്രൂഷ നിർത്തിയില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. എലയാസറും ഈഥാമാറും ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരുന്നു. അവരുടെ തലമുറയിലൂടെ അനേകർ ആ സ്ഥാനത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ബുദ്ധിഹീനതയാൽ മരിച്ചുപോയ ആളുകളുടെ ഒരു വലിയ ചരിത്രം തിരുവചനത്തിൽ നമുക്ക് കാണാം. അത് നമുക്ക് എപ്പോഴും ചിന്തിക്കുവാൻ കാരണമായി തീരണം. എന്തുകൊണ്ട് അവർക്കത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുത്താതിരിക്കേണ്ടതിനുള്ള മുന്നറിയിപ്പാണത്. നമുക്കറിയാം, യോശുവയുടെ കാലത്ത് ആഖാൻ മരിക്കേണ്ടിയിട്ടല്ല മരിച്ചത്. താൻ മോഷണം നടത്തി ദൈവകൽപ്പന ലംഘിച്ചു. മോഷണമെന്ന് പറയുന്നത് ദൈവം എടുക്കരുതെന്ന് പറഞ്ഞെടുത്തു, അതാണ് മോഷണം. യുദ്ധത്തിൽ കൊള്ള പങ്കിടുന്നതോ യുദ്ധത്തിൽ ലഭിക്കുന്നത് സ്വന്തമാക്കുന്നതോ നിയമപ്രകാരം തെറ്റല്ല. പക്ഷേ നാം വായിക്കുന്നു യെരിഹോവിനോടുള്ള ബന്ധത്തിൽ ദൈവം വിലക്ക് കൽപ്പിച്ചിരുന്നു. വിലക്ക് കൽപ്പിച്ചതിനെ ചെയ്തതാണ് ആഖാന്റെ ജീവിതത്തിലെ പരാജയത്തിന് കാരണമായി തീർന്നത്. എന്തുകൊണ്ടാണ് അന്ന് ദൈവം വിലക്കിയത്? ഇനിയും യുദ്ധങ്ങളുണ്ട്, ഇനിയും യുദ്ധങ്ങൾ ചെയ്യണം. യുദ്ധത്തിൽ കിട്ടുന്നതെല്ലാം സ്വന്തമാക്കി വെച്ച് ഇനി യുദ്ധം ചെയ്യാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ജനം മാറാതിരിക്കേണ്ടതിനു വേണ്ടി ദൈവം പറഞ്ഞു, കൊള്ളയൊന്നും എടുക്കരുത്, അത് ശുദ്ധീകരിച്ച് ദൈവത്തിന് കൊടുക്കണം. അതിനുശേഷമുള്ള ഓരോ യുദ്ധങ്ങളിലും നമ്മൾ കാണാൻ കഴിയുന്നത് കൊള്ള പങ്കിട്ടുകൊള്ളാനുള്ള അനുവാദമാണ്. അവർക്കത് യഥേഷ്ടം എടുക്കാം. പക്ഷേ ദൈവം വിലക്കിയതിനെ സ്വന്തമാക്കിയതാണ് ആഖാന്റെ ജീവിതത്തിൽ തന്റെ മരണത്തിന് കാരണമായി എന്ന് മാത്രമല്ല, താൻ അത് ആർക്കു വേണ്ടി എടുത്തോ അവരൊക്കെയും നഷ്ടമായി പോയി എന്ന്. ആഖാന്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദിയല്ല. അവന്റെ സ്വന്തം പ്രവൃത്തിയാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും കോരഹ് എന്ന മനുഷ്യൻ. കോരഹ് മരിക്കാൻ കാരണം എന്താണ്? കോരഹും തന്റെ സകലവുമായി നഷ്ടമായി പോയ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു. മത്സരിച്ചതാണ്. മോശയോട്, അഹരോനോട് മത്സരിച്ചു. അതവന്റെ ജീവിതത്തിൽ കെണിയായി ഭവിച്ചു. ഭൂമി വായ് പിളർന്ന് തന്നെയും തന്റെ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞത് ഒരു നടുക്കത്തോടെ ലോകം അന്ന് ശ്രവിച്ചു. കോരഹ് വലിയ മത്സരിയായിരുന്നു. ജനത്തെ 2 പക്ഷമാക്കി മാറ്റുവാൻ അവൻ മുമ്പിൽ നിന്നു. മോശയ്ക്കും അഹരോനുമെതിരെ, നിങ്ങളെ മാത്രമല്ല തിരഞ്ഞെടുത്തത്, ഞങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മത്സരത്തോടുകൂടെ മോശയെ വ്യസനിപ്പിച്ച വ്യക്തിയാണ്. ദൈവം തനിക്ക് വരുത്തിയ അന്തം
നമുക്കറിയാം. കോരപുത്രന്മാർ ദൈവസന്നിധിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവർ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചതിനാൽ അവർക്ക് മരണമുണ്ടായില്ല, അല്ലെങ്കിൽ ആ ആപത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞുപോയി. എന്നാൽ കോരഹ് നഷ്ടമായി പോയി. എന്തുകൊണ്ട്? ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട്, അച്ചടക്കമില്ലാത്തതുകൊണ്ട്, അനുസരിപ്പാൻ തയ്യാറാകാഞ്ഞതുകൊണ്ട്, അധികാരത്തിനു വേണ്ടിയുള്ള താല്പര്യ നിമിത്തം അഹരോൻ ആ സ്ഥാനത്തിരിക്കുന്നത് കോരഹിന് കണ്ടുകൂടായിരുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ ആർക്കും ചോദ്യം ചെയ്തുകൂടാ. ഒരുപക്ഷെ കോരഹ് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതായിരിക്കാം: അഹരോൻ അത്ര വലിയ വിശുദ്ധനൊന്നുമല്ല. പക്ഷെ ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ദൈവം അഹരോനെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചുവെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുവാൻ മറ്റാർക്കും അധികാരമില്ല. അങ്ങനെ കോരഹ് ആ മത്സരത്തിൽ ഇല്ലാതെയായി തീർന്നു. സമയത്തിന് മുൻപേ താൻ കടന്നു പോകേണ്ടി വന്നു. ഇങ്ങനെ നോക്കിയാൽ തിരുവചനത്തിൽ എത്ര വ്യക്തികൾ, ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി മാറിയത് എന്തുകൊണ്ടാണ്? പ്രത്യേകശാലയിൽ മരണം വരെ ആ രോഗിയായി തന്നെ തുടരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വ്യവസ്ഥ ലംഘിപ്പാൻ ഇടയായതുകൊണ്ട് അവന്റെ മേൽ ദൈവത്തിന് ന്യായവിധി വന്നു. നമുക്കറിയാം മറ്റൊരു രാജാവ് ആഹാബ്, ഇസബേൽ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ദൈവം വെച്ചിരുന്ന കാലാവധിയൊന്നും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ പ്രവൃത്തി അവരെ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ദൈവം അവരെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അതിനു വിരുദ്ധമായി ന്യായരഹിതമായി കാര്യങ്ങളെ ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ നീതിമാനെ കൊന്നുകുഴിച്ചുമൂടി തന്റെ സ്വന്തം അഭിലാഷം പൂർത്തീകരിക്കുവാൻ ദൈവത്തിന്റെ വചനത്തെ മറന്നുകളഞ്ഞ ഒരു രാജാവായിരുന്നു ആഹാബ്. ഭാര്യയുടെ ഒപ്പം കൂടി ഒരു രാജ്യത്തെ മുഴുവൻ വിഗ്രഹാരാധനയിലേക്ക് ഇസബേലിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ പ്രതിഷ്ഠിച്ച് ദേശം മുഴുവൻ അതിനെ ആരാധിപ്പാൻ പ്രേരണ നൽകുകയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിച്ചാക്കുകയും ചെയ്ത് ഇസ്രായേൽ ദേശത്തെ മുഴുവൻ വിഗ്രഹാരാധനയിലേക്ക് തള്ളിവിട്ട ഒരു കുടുംബമായിരുന്നു ആഹാബിന്റേത്. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ ഭവനത്തിലുണ്ടായി. മരിക്കേണ്ടിയിട്ട് മരിച്ചതല്ല, മറിച്ച് സ്വന്തം പ്രവൃത്തി നിമിത്തം മരിച്ചതാണ്, മരിക്കേണ്ടി വന്നതാണ്. ഇങ്ങനെ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഓരോരോ ചരിത്രങ്ങൾ. പുതിയ നിയമത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുക. ആദിമസഭയുടെ ആദ്യപാദത്തിൽ സഭയിൽ സംഭവിച്ച ഛേദം നമുക്കറിയാം. അത് അനന്യ സഫീറയായിരുന്നു. അതുവരെ ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് സഭ. 120 നിന്ന് 3000-ആയും 5000-ആയും 7000-ആയും എണ്ണമറ്റതായും സഭ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനിടയിൽ ഇതാ ഒരു കുടുംബം, അവർ ആത്മീയരായിരുന്നു, അവർ സമർപ്പിതരായിരുന്നു, നല്ല കാര്യം ചെയ്യുവാൻ അവർ താല്പര്യപ്പെട്ടു. പക്ഷേ എവിടെയോ ഒരു ചെറിയ തകരാറ് സംഭവിച്ചു. വസ്തുവിറ്റ വകയിൽ കുറെ എടുത്തു വെച്ച് പത്രോസിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് പറഞ്ഞു, ദേ ഞങ്ങൾ ഇത്ര രൂപയ്ക്കാണ് വിറ്റത്, അത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്,
എന്ന് പറഞ്ഞ് പത്രോസിന്റെ കാൽക്കൽ വയ്ക്കാൻ കൊണ്ടുവന്നതാണ്. പത്രോസ് ചോദിച്ചില്ല ഇത് എത്രയ്ക്കാണ് വിറ്റതെന്ന്. അങ്ങോട്ട് പറഞ്ഞ് ബോധിപ്പിക്കുകയായിരുന്നു. വ്യാജം പറഞ്ഞു. ഒരുപക്ഷെ അതൊരു ചെറിയ തെറ്റായി ഇന്നത്തെ സമൂഹം കണ്ടേക്കാം. ദൈവത്തിന്റെ മുൻപാകെ അത് വലിയ കുറ്റമായിരുന്നു. അവരുടെ പ്രാണൻ നഷ്ടമാകത്തക്ക നിലയിൽ അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടുപേരും അപ്രകാരം ജീവിതത്തിന്റെ പാതി വഴിയിൽ എവിടെയോ അവസാനിക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു, നീതിയിലും വിശുദ്ധിയിലുമൊക്കെ ജീവിച്ചു വന്നു. പക്ഷേ ദുഷ്ടൻ ഹൃദയത്തെ അവകാശമാക്കി പണത്തിന്റെ പേരിൽ നഷ്ടമായി പോയവരാരും തന്നെ മടങ്ങി വന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. ഗേഹസിയുടെ ചരിത്രം നമുക്കറിയാം. മടങ്ങി വരുവാൻ കഴിയാത്ത വിധം അവനും കുഷ്ഠരോഗിയായി മാറി. മറ്റൊരു പ്രധാന വ്യക്തിയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത് യൂദ മരിക്കുവാൻ കാരണമായി തീർന്നത് തന്റെ സ്വന്തം പ്രവൃത്തിയല്ലാതെ മറ്റെന്താണ്? എന്തിനു മരിച്ചു? മരിക്കേണ്ടുന്നവനായിരുന്നില്ല. പക്ഷേ തന്റെ പ്രവൃത്തി തന്നെ മരണത്തിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം ചോദിക്കുന്നത്, നീ സമയത്തിന് മുമ്പേ എന്തിനു മരിക്കുന്നു? എത്രയെത്രയോ ജീവിതങ്ങളുടെ പരാജയത്തിന് കാരണമായി തീർന്ന വിഷയമാണിത്. ഇസ്രായേൽ മക്കളുടെ യാത്ര തുടങ്ങി നാം പുതിയ നിയമസഭയുടെ ഈ കാലഘട്ടം വരെ നോക്കുമ്പോൾ എത്രയോ ജനലക്ഷങ്ങൾ, ജനക്കോടികൾ വഴിമധ്യത്തിൽ നഷ്ടമായി പോയി തങ്ങളുടെ സ്വന്തം പാപപ്രവൃത്തികൾ മൂലം. ഇറങ്ങിത്തിരിച്ച 6 ലക്ഷത്തിലധികം പുരുഷന്മാർ, സ്ത്രീകളടക്കം ഒരു വലിയ സമൂഹം മരുഭൂമിയിൽ ശവങ്ങളായി വീണു എന്ന് വേദപുസ്തകം പറയുന്നതിന്റെ കാരണം നമുക്കറിയാം. അവരുടെ പിറുപിറുപ്പായിരുന്നു. അവർക്ക് കനാനിലെത്തുവാൻ കഴിയാതെ യാത്രയുടെ മധ്യത്തിൽ ആ മണലാരണ്യത്തിൽ അവർ ഒടുങ്ങേണ്ടി വന്നത്. യോശുവയും കാലേബും ഒഴികെ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാർക്കും കനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുതയാണ്. ഇങ്ങനെ ഓരോരോ സംഭവങ്ങളും കാലഘട്ടങ്ങളിൽ നടന്നതിനെ നമ്മൾ എടുത്തു നോക്കിയാൽ അനേക രാജാക്കന്മാരുടെ പതനത്തിന് കാരണമായി തീർന്നത്, കൊല്ലപ്പെടുവാൻ കാരണമായി തീർന്നത്, സാമ്രാജ്യങ്ങൾ അസ്തമിച്ചു പോയതിന്റെ ചരിത്രം അവർ ദൈവത്തിന്റെ വഴി വിട്ടുപോയതുകൊണ്ടാണ്. അവർക്ക് കൊടുത്ത കാലയളവ് പൂർത്തീകരിപ്പാൻ അവർ യോഗ്യരല്ല എന്ന് സ്വയം തെളിയിച്ചുകൊണ്ട് അവർ അയോഗ്യരായി മാറ്റപ്പെടുകയും അവരുടെ ജീവൻ തന്നെ നഷ്ടമാവുകയും ചെയ്തു. അതുകൊണ്ടാണ് വേദപുസ്തകം ഈ ചോദ്യം ചോദിക്കുന്നത്, സമയത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു? ഓരോരുത്തരും ചിന്തിക്കേണ്ട വസ്തുതയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കാലയളവുണ്ട്. അത് നന്നായി പൂർത്തീകരിപ്പാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വിഷയം റോമാലേഖനം 14:8 വാക്യത്തിലുണ്ട്. റോമർ 14:8, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ഈ ഒരു തീരുമാനം പൗലോസിൻ്റെതാണ്. പൗലോസ് റോമർക്കത് ഓർപ്പിക്കുകയാണ്.
ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു. അതേ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടായി ഞാൻ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് പൗലോസിന്റെ അതേ ശബ്ദം, ആ വാക്കുകൾ നമ്മൾ ഏറ്റെടുക്കുക. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവരാണ്. ഓ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആ തീരുമാനത്തിൽ നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. പഴയ നിയമഭക്തന്മാരൊക്കെ അവരുടെ മരണത്തെ ആഘോഷമായി ആക്കിക്കൊണ്ട് കടന്നുപോയവരുണ്ട്. അവർക്ക് ജീവിതത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ യാതൊരുവിധ മാനസിക ബുദ്ധിമുട്ടുകളും കൂടാതെ സന്തോഷകരമായി അവരുടെ കുടുംബാംഗങ്ങളോട്, ലോകത്തോട് ബൈ ബൈ പറയുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത്. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നുണ്ട് ജോസഫിനോട്, ഇതാ ഞാൻ മരിക്കുന്നു, ഇതാ ഞാൻ മരിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുപോകും. ഉൽപ്പത്തി പുസ്തകം 48:21 നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. വളരെ പ്രത്യാശയോടെയാണ് താൻ മരിക്കുന്നത്. 50-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ജോസഫ് പറയും, നമുക്ക് കാണാൻ കഴിയും, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൂടെ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ, അന്ന് നിങ്ങൾ എൻ്റെ അസ്ഥികൾ കൂടെ കൊണ്ടുപോകണം എന്ന് ജോസഫ് തന്റെ സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. എത്ര ഭാഗ്യകരമായ പ്രത്യാശയോടെയുള്ള കടന്നുപോക്കാണ്. ദൈവത്തിനു വേണ്ടി നിലകൊണ്ടവരുടെ ജീവിതം വലിയ സാക്ഷ്യമായി അവശേഷിക്കുകയാണ്. ദൈവമക്കളെ, ദൈവം തന്നിരിക്കുന്ന കാലയളവ് അത് എത്രയും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ ആയുസിന്റെ ദൈർഘ്യം നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അത് നന്നായി പൂർത്തീകരിപ്പാൻ കഴിയുന്നുവെങ്കിൽ, എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയ വസ്തുത. ഹൗ വി ലിവ്ഡ്, നോട്ട് ഹൗ ലോങ് വി ലിവ്ഡ്. എങ്ങനെ ജീവിച്ചു, എത്ര കാലം ജീവിച്ചു എന്നതിനേക്കാൾ ശ്രേഷ്ഠമായി പരിഗണിക്കപ്പെടുന്നതാണ്. നാം ദൈവത്തിനു വേണ്ടി നിലകൊണ്ടെങ്കിൽ അത് ഏറ്റവും മഹത്തരമായതാണ്. ദൈവം തന്നിരിക്കുന്ന കാലയളവ് അപ്രകാരം പൂർത്തീകരിപ്പാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും ഇടയാക്കട്ടെ. ആ ചോദ്യം നാം മറന്നുപോകരുത്. മനുഷ്യ, നീ എന്തിനു മരിക്കുന്നു? കാലത്തിന് മുൻപേ, സമയത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു? അതേ, സമയത്തിന് മുമ്പല്ല, സമയത്ത് തന്നെ കടന്നു പോകാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന വാക്കുകളോടെ ഞാൻ എൻ്റെ ശബ്ദത്തിന് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.